ഞാൻ പോയി നോക്കടാ, ഭയങ്കര സംഭവമല്ലടാ. നമ്മുടെ ആക്ടർ നാൻസി നൈനാൻ കോശിയില്ലേ, ആ എന്ത് അവർക്ക് അസുഖമല്ലേ, ഈ ക്യാൻസർ അങ്ങനെ എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഏകദേശം 5-6 മാസമായിട്ട് ചികിത്സിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കുന്ന സമയത്ത് അവരെ ഈ ചികിത്സിക്കാനായിട്ട് പ്രധാനപ്പെട്ട മുറിയിലേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് ആ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനെ അനസ്തേഷ്യ പാതി മയക്കം കൊടുത്തെന്നാണ് പറയുന്നത്. ഈ ഈ പാതി മയക്കം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ലേഡി ഡോക്ടറും 3 പുരുഷ ഡോക്ടർമാരാണ് ഉണ്ടായത്, ആണുങ്ങളും. പക്ഷേ ഈ ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും അരക്ക് താഴെയാണ്, അവർക്ക് ഈ പ്രശ്നം വന്നിട്ടുള്ള അരൻ്റെ താഴെയാണ്. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ അവർ ചികിത്സയുടെ ഭാഗമായിട്ട് വസ്ത്രമൊക്കെ റിമൂവ് ചെയ്തെന്നാണ് പറയുന്നത്. വസ്ത്രം റിമൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ മൊത്തം റിമൂവ് ചെയ്യണമാണ് അവരുടെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ഈ പ്രശ്നങ്ങളുള്ളത്. അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ നാൻസി കുറിച്ച് നമുക്കറിയാം, അത്ര പിന്നെ സിനിമാ ലോകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഗ്ലാമറുള്ളൊരു നേടി ലോകത്തുണ്ട് ആളാ, എന്തൊരു ചെയ്യലുണ്ട് സമ്മതിക്കണം. അപ്പോൾ ഇവർ കാണുന്ന സമയത്ത് ഇവർ സെക്സ് അബ്യൂസ് എന്ന രീതിയിൽ മോശം പരാമർശങ്ങൾ നടത്തി. സ്വാഭാവിക ഡോക്ടർമാർ തമ്മിലുള്ള ഫ്രണ്ട്ലി ടോക്കിംഗ് ആയിരിക്കും, അത് സ്വാഭാവികമായിട്ട് ഇതൊരു ഇത്ര ഗ്ലാമറിൽ കാണുമ്പോൾ ആ രീതി സംസാരിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അവരിത് ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ അവർക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയിരുന്നില്ല. ഒന്ന് അവർ പാതിമയക്കത്തിലും മറ്റൊന്ന് ആ ഒരു ചികിത്സയിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പെർഫെക്റ്റ് ആകണം, തിരിച്ചു വേണം എന്നുള്ള ഒരു ഇതിൽ കിടക്കുന്നതുകൊണ്ട് അന്ന് പ്രതികരിക്കാൻ പറ്റിയില്ലെന്ന് അവർ പറയുന്നത്. പക്ഷെ ഇന്നത് കുറ്റബോധം കൊണ്ട് തുറന്നു പറഞ്ഞതായിരുന്നു, ഇന്റർവ്യൂവിൽ അവർ കൊടുത്ത വാർത്തയാണ്. അപ്പോൾ എന്ത് സംഭവം അല്ലേ, മോശപ്പെട്ട അഭിപ്രായം അല്ല യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ ഒരു ആക്ടറിനെ മാത്രമല്ല, ഇപ്പോൾ നോക്ക്, ഇതിപ്പോൾ വലിയൊരു ആക്ടർ ആയതുകൊണ്ട് അവർ തുറന്ന് പറഞ്ഞറിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനത്ത് പല ആയിരക്കണക്കിന് ഹോസ്പിറ്റലുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പറയുന്നത്, ഇവിടെയൊക്കെ എത്ര സ്ത്രീകൾ ചികിത്സക്ക് വന്നു. ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന ആളുകളുണ്ട്, ആ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ ഒറ്റക്കാണ്, അല്ലെങ്കിൽ മറ്റു പല ഘട്ടങ്ങളിലും ഹോസ്പിറ്റലിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മറ്റു പല ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകും. പെണ്ണുങ്ങളൊട്ട് പിന്നെ ഉണ്ടാകുന്നല്ലേ. ആ സമയത്തൊക്കെ എത്ര പുരുഷ ഡോക്ടർമാർ ഉണ്ടാവും, അല്ലെങ്കിൽ പുരുഷ സ്റ്റാഫ് ഉണ്ടാവും. അവർ ഏതൊക്കെ രീതിയിൽ പെണ്ണുങ്ങളോട് ബിഹേവ് ചെയ്യും, അവരുടെ സ്വകാര്യ ഭാഗത്തേക്ക് എന്തൊക്കെ നടത്തി എങ്ങനെയൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. പ്രതികരിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനി എവിടെയും പോകേണ്ട ആവശ്യമില്ല. എനിക്കെന്നെ എൻ്റെ അനുഭവം, നിൽക്കാം എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയാം. എൻ്റെ ഞാൻ എന്നെ ആക്സിഡൻ്റ് ആയി ഞാൻ സുഹൃത്തായിട്ട് പോകുമ്പോൾ ഞാൻ മറ്റേ അന്ന് അന്നൊക്കെ ഉണ്ടായത് ഭയങ്കര ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ അന്ന് നേരെ ഞാൻ വണ്ടി പോയി നല്ല നല്ല അടികൊണ്ടിരുന്നു. അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലെത്തിയിട്ട് അവിടുന്ന് പിന്നെ വേദന സഹിക്കാനും പറ്റുന്നില്ല. ആ സമയത്ത് പിന്നെ ഉള്ളിൽ എമർജൻസിയിൽ ഒന്ന് അകത്ത് കയറിയ ശേഷം എൻ്റെ വസ്ത്രങ്ങൾ റിമൂവ് ചെയ്തു. ആരും അവിടുന്ന് അവിടുന്ന് എൻ്റെ വസ്ത്രങ്ങൾ റിമൂവ് ചെയ്തു. കാരണം എനിക്ക് പറ്റിന ഇവിടെ ഇത്രയല്ല നോക്കണം, പക്ഷെ അതല്ല എൻ്റെ ഈ പറയുന്ന പാത്ത് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ കിടക്കുന്നതാണ്. ഇന്ന് അവസാനം എവർ ട്രീറ്റ്മെൻറ്റ് ആ ഈ പറയുന്ന 3 ഡോക്ടർമാരും നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നത്. ഫുൾ വസ്ത്രം പോയത് അടിവസം ഷർട്ട് ഇട്ടിട്ടുണ്ടാവല്ലോ. ഞാൻ ആ സമയത്ത് ഇട്ടിരുന്നില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഇവര് അങ്ങനത്തെ അവർ കമന്റ് ചെയ്യുന്നത് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, അവരെന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അറിയുന്നത് മോശം രീതിയിൽ അവർ എന്നെ ആ നോക്കിയിട്ട് അവർ ആ ഭാഗം നോക്കിയിട്ടൊക്കെ പറയുന്നത് സെക്സ് പരമായിട്ട്. ഞാൻ എന്ത് ഞാൻ ഒന്നും പ്രതികരിച്ചില്ല. അപ്പൊ ഞാൻ സ്പോട്ടിന് പ്രതികരിക്കേണ്ടതുണ്ട്. ഇല്ല അത് പ്രതികരിക്കാതെ ഞാൻ പ്രതികരിക്കാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാല് എന്തിനായിരുന്നു പ്രതികരിക്കുന്നത്? ഞാൻ അപ്പൊ പറയണം, നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിങ്ങൾ എന്ത് പറഞ്ഞോട്ടെ. അല്ല ആ 3 ഡോക്ടറും പെൺഡോക്ടറായി, അതുകൊണ്ട് ഞാൻ അത് ആസ്വദിച്ചു. പിന്നെ എന്ത് ചെയ്യേണ്ടോ? പെണ്ണ് ഡോക്ടറായതുകൊണ്ട് നീ പ്രതികരിച്ചില്ല. ഏതായാലും ആണ് ഡോക്ടറായിരുന്നെങ്കിൽ പ്രതികരിക്കാൻ നിൽക്കോ? മറ്റേ കാലം കൂടി പോയി സാരമില്ല പറഞ്ഞാൽ ഇറങ്ങും. എന്ത് ചെയ്യേണ്ടത്?